ഡെയ്സി മോളെ, എങ്ങോട്ടാ പോണേ? വീണ്ടും ഒളിച്ചോടാനാ ഭാവല്ലേ? നിന്നെ വെളിയിലോട്ട് ഇറക്കരുതെന്ന് പറഞ്ഞിട്ടാ നിന്റെ തള്ള മൂശേട്ടമേരി പോയത്. മോള് കരയണ്ട. സ്നേഹത്തിന്റെ വില എന്താണെന്ന് ഈ വല്യമ്മച്ചിക്ക് ശരിക്കും അറിയാം. പണ്ട് നിന്റെ വല്യപ്പച്ചൻ പായ്ക്കകത്ത് ചുരുട്ടിയാ എന്നെ വീട്ടിൽ നിന്ന് കടത്തിയത്. അവൻ വരുമോ? അടുക്കളക്കാരി കാണുന്നതിന് മുമ്പ് പോയിക്കോ. ഭഗവാനെ കാത്തോളനെ. സംഭവം ചള അവിടെ വെച്ചോട്ടാ. ഞാനില്ലേ കൂടെ? അത് തന്നെ എന്റെ പേടി. അവരെല്ലാരും കൂടി അപ്പൂനെ ഒരുപാട് അടിച്ചൂല്ലേ? ഇനിയും കൂടുതൽ അടികിട്ടാണ്ടിരിക്കാനാ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ പ്രേമത്തെ സാക്രിഫൈസ് ചെയ്തതിന്റെ അവസ്ഥ കണ്ടില്ലേ? അയ്യോ പാവം. കണ്ടില്ലേ, ഡെയ്സിയുടെ മനസ്സലിഞ്ഞു. അപ്പൊ ഞാൻ കൊണ്ട് അടിയുടെ മുഴുവൻ കഥ പറഞ്ഞെങ്കിലോ? വാ, നമുക്ക് അകത്തിയെന്തിരുന്ന് സംസാരിക്കും. നിന്റെ ഒരു കഥ പറച്ചില് ഉള്ള നേരത്തെ വാ പോ. വല്യപ്പച്ചൻ, നമുക്ക് ഓടിയാലോ? നേരെയാ. പോലീസ് എസ്കോർട്ടോടുകൂടിയാ വരുന്നത്. തൂക്കെടുത്ത് അകത്താക്കും. നിങ്ങൾ അകത്ത് ഒളിച്ചിരുന്നോ? ബാഗ് ആന്റപ്പനുണ്ടോ മോളെയാത്ത്? ഇല്ല, വന്നില്ല. എന്നാ അമ്മച്ചിയെ വിളി. അവരെല്ലാം ഷോപ്പിങ്ങിന് പോയി. നിന്നെ തനിച്ചാക്കി ഇങ്ങനെ പോകലെന്ന് ഞാൻ പറഞ്ഞാണല്ലോ. നീ എന്തിനാ മോളെ ഞങ്ങൾക്ക് ഇങ്ങനെ മനപ്രയാസം ഉണ്ടാക്കുന്നത്? നമ്മൾ ആറ്റുവാക്കാരെ കുടുംബമോ നിനക്ക് അറിയാവുന്നതല്ലേ? ആ പോട്ടെ പോട്ടെ, എല്ലാം ശരിയാവും. വന്നേ വലിയപ്പിച്ചിക്ക് ഭയങ്കര വിശപ്പ്. വാ 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 വാ. ആ വേലക്കാരി പിന്നെ ഇവിടെ ഇല്ലേ? കല്യാണിയേ അടിയിലേക്ക് ഇരിക്കും മക്കളെ. ഇടി കല്യാണിയേ, ഇവിടെ എന്നെ എടുത്തിരിക്കാം. അവിടെ വീട് വാടി വേണേ. എന്താ സാറേ? എന്നാ ഉണ്ടടി കഴിക്കാൻ? അപ്പം ഉണ്ട്, പിന്നെ കടലക്കറിയും ഉണ്ട്. അപ്പം എങ്കി അപ്പം രണ്ടെണ്ണം എടുക്ക. ആ